പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ യേശുവിനെ ഉയർത്തുകയാണ് എങ്കിൽ ഈ ദിവസം വരെയും നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. യേശു നമുക്ക് തന്ന സ്വാതന്ത്ര്യം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളിലേക്ക്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മോട് ദൈവം ഇടപെട്ടിരിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വാസ്തവമായി നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്നെ കേൾക്കുന്നവരെ, വചനത്തിൻ്റെ സത്യങ്ങൾ ഓരോ ദൈവമക്കളും അറിയാൻ തുടങ്ങുമ്പോൾ അവർ സ്വതന്ത്രരായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ വചനം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയാൻ തുടങ്ങണം. ഹല്ലേലൂയ. പ്രിയരെ, പ്രാരംഭത്തിൽ തന്നെ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സെർവന്റുമാരെ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ വീട്ടിലെ സെർവന്റുമാർക്ക് ആ വീട്ടിൽ പരിമിതികളുണ്ട്. ആ വീട്ടിലെ മക്കൾക്കുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും സെർവന്റുമാർക്കുണ്ടാകത്തില്ല. ഇതേപോലെ അടിമനുഖത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു കർത്താവ് ക്രൂശിലൂടെ സ്വതന്ത്രരാക്കി തീർത്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ ഒഴുകിയ രക്തം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പുറപ്പാട് പുസ്തകം ശ്രദ്ധിക്കണം. 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ അരുൾ ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിവിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 430 വർഷം മിസ്രൈമിന്റെ അടിമവേലയാണ് ഇസ്രായേൽ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എന്നും കണ്ണുനീരും എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. എന്നാൽ മോശ മുഖാന്തരം മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിക്കുകയാണ്, വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതേപോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തിരിക്കുന്ന രക്തം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ടത്രേ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത്. ആകയാൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രിയരെ, ഗലാത്യ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഓർപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത്. ആകയാൽ ഉറച്ചു നിൽപ്പിൻ, പിന്നെയും അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. എനിക്കും നിങ്ങൾക്കും കാൽവരി ക്രൂശിൽ ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ ഈ പകൽ ഓർക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യണം. നിങ്ങൾ ഒരുപക്ഷെ രോഗികളായിരിക്കാം, ഒരുപക്ഷെ നാളുകളായി കടഭാരത്തിലും അല്ലെങ്കിൽ ഒരു ബന്ധിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉയർച്ചയില്ല എന്ന് നിങ്ങൾ മാസങ്ങളായി പറയുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയുക,
ക്രിസ്തു കാൽവരി ക്രൂശിൽ വില മുടക്കി എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യത്തെ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, യേശുവേ അങ്ങയുടെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ സ്വീകരിച്ചാട്ടെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സൗഖ്യവും നിങ്ങളുടെ വിടുതലും നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത ആ വലിയ വില ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ വേദനയിൽ നിന്ന്, ഞങ്ങളുടെ ഹല്ലേലൂയ മുമ്പോട്ട് പോകാൻ കഴിയാത്ത എല്ലാ അവസ്ഥകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിനായി, അങ്ങ് ഞങ്ങളെ വിടുവിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളും സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ, അങ്ങയുടെ വിടുതലിൻ്റെ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ മക്കളും അനുഗ്രഹമാവുന്നവർ ഓരോരുത്തരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.